ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒരു സ്പിരിറ്റിന്, ഒരാത്മാവിന് ഈ ഭൂമിയിലുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിനെ തൊടാൻ പറ്റുമോ, അതിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേന ഒരു ഫിസിക്കലാണ് അല്ലേ. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഒരു സ്പിരിറ്റിന്, ഒരു ആത്മാവിന് ഈ ഒരു ഓബ്ജക്റ്റിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ, അതിനെ ഉയർത്താൻ പറ്റുമോ? ആത്മാവിന് ശരീരമില്ലല്ലോ. അപ്പൊ ശരീരമില്ലാത്ത ഒരു ആത്മാവിന് ഫിസിക്കൽ ഈ ഒരു പേനയെ ഉയർത്താൻ പറ്റുമോ? ഇവിടുന്ന് എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? അങ്ങനെ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞവരൊക്കെ എനിക്കൊരു വചനഭാഗം കാണിച്ചു തരാൻ പറ്റുമോ? Can you tell me something in the Bible where a spirit touched a physical stuff? Yes, പറ്റും. അപ്പോൾ പറ്റും എന്ന് പറയുന്നവര് can you give me a scriptural reference? വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യം കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് നമുക്കൊരു യൂണിറ്റിൽ വരാൻ പറ്റിയിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ചോദ്യത്തിനകത്ത് വളരെ ഡിവൈഡ് ചെയ്താണ് ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറ്റുമെന്ന് പറയുന്നു, ചില ആൾക്കാർ പറ്റത്തില്ലെന്ന് പറയും. രണ്ടാമത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. മോശ ടാബർനാക്കിൾ, അതായത് സമാഗമന കൂടാരം മോശ പണിയുമ്പോൾ മോശയ്ക്ക് കർത്താവ് ഒരു മോഡൽ കാണിച്ചു കൊടുത്തു എന്ന് വചനം പറയുന്നു. അതെന്തിൻ്റെ മോഡലായിരുന്നു? നമുക്ക് എടുത്ത് എല്ലാവരും ഹെബ്രായരുടെ ലേഖനം എടുത്ത് അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം എടുത്ത്, സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവ ശുശ്രൂഷിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നു, മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു, പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക. ഓക്കെ, അപ്പം മോശയോട് ടാബർനാക്കിൾ അല്ലെങ്കിൽ സമാഗമന കൂടാരം നിർമ്മിക്കാനുള്ള പ്ലാൻ അല്ലെങ്കിൽ അതിൻ്റെ മോഡല് കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മോഡല്, ടാബർനാക്കിൾ ബിൽഡ് ചെയ്യാനുള്ള മോഡല് മോശയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പം എവിടെയുള്ള മോഡലാണ് കാണിച്ചു കൊടുക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഹെവൻലി മോഡൽ. ഓക്കെ, സുജിത് ബ്രദർ പറയുന്നു ഹെവൻലി മോഡൽ. അപ്പം ടാബർനാക്കിളിൻ്റെ ഒറിജിനൽ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ. ഓക്കെ, ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് സ്വർഗത്തിലുള്ള. ഓക്കെ, നമുക്കൊന്ന് പരിശോധിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങളിൽ 1-2 വാക്യങ്ങളിൽ പറയുന്നത്, അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ്. ഓക്കെ, അപ്പോൾ കർത്താവിനാൽ സ്ഥാപിതമായ ഒരു ടാബർനാക്കിൾ, ഹല്ലേലൂയ, ഒരു സമാഗമന കൂടാരം, ഹല്ലേലൂയ, അതെവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പോൾ സ്വർഗത്തിലുള്ള ടാബർനാക്കിളിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ ഒരു മോഡലാണ് ശരിക്കും മോശയ്ക്ക് കാണിച്ചു കൊടുത്തത്. നമുക്കറിയാം ടാബർനാക്കിളിൽ ഔട്ടർ കോർട്ടുണ്ട്, ഹോളി പ്ലേസ് ഉണ്ട്, മോസ്റ്റ് ഹോളി പ്ലേസ് ഉണ്ട്, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിനകത്താണ് ശരിക്കും എന്തിരിക്കുന്നത്? അതിവിശുദ്ധ സ്ഥലത്തിനകത്ത് എന്താണ് ഇരിക്കുന്നത്? വാഗ്ദാന പേടകം അല്ലേ. ദ ആർക്ക് ഓഫ് ദ കവനൻറ്റ് ഈസ് ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. സ്വർഗത്തിലുള്ള ടെമ്പിൾ, ആർക്ക് ഓഫ് ദ കവനൻറ്റ്, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ശരിക്കും മോശയോട് കർത്താവ് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേഗം ഇനിയിപ്പോൾ സ്വർഗത്തിൽ ടെമ്പിൾ ഉണ്ടോ? ഹല്ലേലൂയ, സ്വർഗത്തിൽ ടെമ്പിൾ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, വളരെ ക്ലിയർ ആണ്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലുള്ള ആലയം, അതിനകത്തെന്തുണ്ട്? ആർക്ക് ഓഫ് ദ കവനൻ്റ് ഉണ്ട്. അപ്പം ടെമ്പിൾ ഉണ്ട്, അതിനകത്തെന്തുണ്ട്? ആർക്ക് ഓഫ് ദ കവനൻ്റ് ഉണ്ട്. ആർക്ക് ഓഫ് ദ കവനൻ്റ് എവിടെയാണ് ഇരിക്കുന്നത്? ഓക്കെ, മോസ്റ്റ് ഹോളി പ്ലേസിലാണ് ആർക്ക് ഓഫ് ദ കവനൻ്റ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഓക്കെ, എന്നിട്ട് വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം എന്ത് ചെയ്തു? കർത്താവ് സ്വർഗത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്ത് എന്നിട്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ രക്തം പരിശുദ്ധാത്മാവിലൂടെ സമർപ്പിച്ചു. യേശുവിൻ്റെ രക്തം ഫിസിക്കലാണോ സ്പിരിച്വലാണോ? ഹല്ലേലൂയ, വേഗം പറഞ്ഞേ, അറിയാവുന്നവർ പറഞ്ഞേ. യേശുവിൻ്റെ രക്തം ഫിസിക്കലാണോ സ്പിരിച്വലാണോ? ഞാൻ ഫിസിക്കൽ. ഓക്കെ, സ്റ്റെവി സിസ്റ്റർ വന്ന് ഫിസിക്കൽ. യേശുവിൻ്റെ രക്തം ഫിസിക്കലാണല്ലോ. യേശുവിൻ്റെ രക്തം നമുക്കറിയാം അത് ഫിസിക്കൽ ബ്ലഡാണ്. ഹല്ലേലൂയ. അപ്പോൾ കാൽവരി കുരിശിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഫിസിക്കൽ ബ്ലഡാണ്. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം ഇതാണ്, യേശുവിൻ്റെ ഫിസിക്കൽ ബ്ലഡ് കാൽവരി കുരിശിൽ ഒഴുകിയപ്പോൾ ആ കാൽവരി കുരിശിലെ യേശുവിൻ്റെ ഫിസിക്കൽ ബ്ലഡിനെ ആരാണ് കളക്ട് ചെയ്ത് അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന യേശുവിൻ്റെ കയ്യിൽ കൊടുത്തത്? ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് എന്താണ്? ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിസ്തീരിക്കില്ല. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് ആത്മാവാണ്.
അപ്പോൾ ആത്മാവായ പരിശുദ്ധാത്മാവ് ആണ് എന്ത് ചെയ്തത്? ഫിസിക്കലായ യേശുവിൻ്റെ രക്തത്തെ കളക്ട് ചെയ്തത്. അപ്പോൾ ആത്മാവിന് ഫിസിക്കലിനെ തൊടാൻ പറ്റുമോ? അപ്പോൾ പരിശുദ്ധാത്മാവിന് ശരീരമുണ്ടോ? പരിശുദ്ധാത്മാവിന് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടോ? ഇല്ലല്ലോ. ഹോളി സ്പിരിറ്റ് ഈസ് എ സ്പിരിറ്റ്, റൈറ്റ്? ഹല്ലേലൂയ. അപ്പോൾ സ്പിരിറ്റായ പരിശുദ്ധാത്മാവ് ഫിസിക്കലായ യേശുവിൻ്റെ രക്തത്തെ കളക്ട് ചെയ്തു എന്ന് നിങ്ങൾ തന്നെയാണ് എന്നോട് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആത്മാവിന് ബോഡിയില്ലാത്ത, ശരീരമില്ലാത്ത ഒരാത്മാവിന് ഫിസിക്കൽ കാര്യത്തെ ടച്ച് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഐ നോ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളാ ഉത്തരം പറയും. അപ്പം നിങ്ങളാ ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവായ പരിശുദ്ധാത്മാവ്, ശരീരമില്ലാത്ത പരിശുദ്ധാത്മാവിന് ഫിസിക്കലായിട്ടുള്ള യേശുവിൻ്റെ രക്തത്തെ കളക്ട് ചെയ്യാൻ സാധിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന് എന്ത് പറ്റും? ഫിസിക്കലിനെ ടച്ച് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു സഹോദരി ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അത് പറ്റും എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മറ്റുള്ള സ്പിരിറ്റുകൾക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് പരിശുദ്ധാത്മാവിന് യേശുവിൻ്റെ രക്തത്തെ കളക്ട് ചെയ്യാൻ പറ്റും, തൊടാൻ പറ്റും. ഹല്ലേലൂയ എന്ന് ഒരു സഹോദരി ഇവിടെ എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, പരിശുദ്ധാത്മാവ് ഞാൻ സമ്മതിച്ചു. പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട്, പരിശുദ്ധാത്മാവിനെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ആത്മാവായ പരിശുദ്ധാത്മാവിന്, ഹല്ലേലൂയ, ആത്മാവായ പരിശുദ്ധാത്മാവിന് ശരീരമില്ലെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാനോ എന്ത് ചെയ്യാനോ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഒരു സഹോദരി അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഗ്രി ചെയ്യുന്നു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ബെത്സയിദ എന്ന് പറയുന്ന കുളക്കടവ്, ഓക്കെ, കുളക്കര, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. ഓക്കെ, അവിടെ വെള്ളം അനക്കുന്നത് ആരാണ്? എൻ്റെ ചോദ്യം ഇതാണ്. ബെത്സയിദ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അവിടെ പറയുന്നു ബെത്സയിദ എന്ന് പറയുന്ന കുളം. ഓക്കെ, കുളം എന്ന് പറയുന്നത് ഫിസിക്കൽ വെള്ളമാണല്ലോ, ഫിസിക്കൽ വെള്ളം. ആ വെള്ളം ആരാണ്ട് അനക്കുന്നു. ആ അനക്കുന്ന സമയത്ത് ആരാണോ അവിടെ ഇറങ്ങുന്നത് ആ വ്യക്തിക്ക് എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. എൻ്റെ ചോദ്യം ഇതാണ്. ബെത്സയിദ എന്ന കുളക്കടവിൽ ആരാണ് ഫിസിക്കലായിട്ടുള്ള ആ വെള്ളത്തെ അനക്കുന്നത്? ഓക്കെ, ദൂതൻ. ഓക്കെ, എല്ലാവർക്കും വചനം അറിയാം. ഓക്കെ, ഹല്ലേലൂയ. എൻ്റെ ചോദ്യം ഇതാണ്. ദൂതൻ ആത്മാവാണോ മനുഷ്യനാണോ? ഏഞ്ചൽ. ഓക്കെ, ഏഞ്ചലാന്നുള്ള സംഭവം പിടികിട്ടി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവിടെ പറയുന്നു, അതത് സമയത്ത് ഒരു ദൂതൻ, ഒരു ഏഞ്ചൽ, ഓക്കെ, ഒരു ഏഞ്ചൽ എന്ത് ചെയ്തു? കുളത്തിലിറങ്ങി വെള്ളം കലക്കും. അപ്പോൾ ദുരാത്മാവല്ല ബ്രദറെ, ദുരാത്മാവല്ല, ഏഞ്ചലാണ്. ഹല്ലേലൂയ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്. ദൂതൻ സ്പിരിറ്റാണോ അതോ ഫിസിക്കൽ ബോഡിയുള്ള മനുഷ്യനാണോ? ഓക്കെ, ആത്മാവാണ്. ഹല്ലേലൂയ, ആത്മാവാണല്ലോ. അപ്പോൾ സ്പിരിറ്റിന് ഫിസിക്കലിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? ഹെബ്രായർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഏഞ്ചൽസ് ആർ ദ മിനിസ്റ്ററിങ് സ്പിരിറ്റ്സ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഏഞ്ചലിന് നമ്മളെപ്പോലൊരു ശരീരമുള്ളതായിട്ട് പറയുന്നുണ്ടോ? ഏഞ്ചൽസ് ആർ ദ മിനിസ്റ്ററിങ് സ്പിരിറ്റ്. ദേ ആർ സ്പിരിറ്റ് ബീയിങ്സ്, അല്ലേ? ഏഞ്ചൽസ് ആർ സ്പിരിറ്റ് ബീയിങ്. അപ്പോൾ സ്പിരിറ്റായ ഒരു ഏഞ്ചലിന്, ഒരു ദൂതന് ഫിസിക്കലായ ഒരു വെള്ളത്തെ കലക്കാൻ പറ്റി. അപ്പം അതിൻ്റെ അർത്ഥം സ്പിരിറ്റിന് ഫിസിക്കലിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് എന്തും പറ്റുമെന്ന് പറയും. ഓക്കെ, പരിശുദ്ധാത്മാവിനെ വിടാം. നമുക്കൊരു ദൂതൻ്റെ കാര്യം എടുക്കാം. ഹല്ലേലൂയ, പറ്റും, ഷുവർ. ഓക്കെ, സേവകാത്മാക്കൾ. യെസ്. ഹെബ്രായർക്ക് ലേഖനം 1:14 പറയുന്നു, ഏഞ്ചൽസ് ആർ ദ മിനിസ്റ്ററിങ് സ്പിരിറ്റ്സ്. ഹല്ലേലൂയ, മിനിസ്റ്ററിങ് സ്പിരിറ്റ്സ്. ഓക്കെ, അപ്പം മിനിസ്റ്ററിങ് സ്പിരിറ്റായ ഒരു ദൂതനെ, ആത്മാവായ ഒരു ദൂതനെ ഫിസിക്കലായിട്ടുള്ള ഒരു വെള്ളത്തെ എന്ത് ചെയ്യാൻ പറ്റി? കലക്കാൻ പറ്റി. സോ ഇറ്റ് ഈസ് പോസിബിൾ. സോ എ സ്പിരിറ്റ് ക്യാൻ ടച്ച് എ ഫിസിക്കൽ തിങ്. സോ എ സ്പിരിറ്റ് ക്യാൻ ടച്ച് എ ഫിസിക്കൽ തിങ്. ഓക്കെ, അപ്പം ദൂതന്മാർ, ദൈവദൂതന്മാരെന്താണ്? സ്പിരിറ്റ്സ് ആണ്. ഈവിൾ സ്പിരിറ്റ്സ് എന്താണ്? സ്പിരിറ്റ്സ് ആണ്. ദൈവദൂതന് ഫിസിക്കൽ ബോഡിയെ ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫിസിക്കലായിട്ടൊരു സംഭവത്തെ ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ
സാത്താൻ്റെ ഡീമൺസ് എല്ലാം ആരായിരുന്നു? അവർ ദൂതന്മാർ തന്നെയാണ്. ബട്ട് ദേ ആർ ബിലോങ്സ് ടു എ ഡിഫറെൻറ്റ് കിങ്ഡം. സോ അങ്ങനെയാണെങ്കിൽ ഈവിൾ സ്പിരിറ്റിനും ഒരു ഫിസിക്കൽ സംഭവത്തെ എന്ത് ചെയ്യാൻ പറ്റും? ടച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹല്ലേലൂയ. വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ദൂതന്, ഒരു ദൈവത്തിൻ്റെ ദൂതന് മനുഷ്യനെ പോലെ ഫിസിക്കലായിട്ട് ഈ ഫിസിക്കൽ വേൾഡിൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ പറ്റും. ആൻസർ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, പറ്റും. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രം ഒരു വാക്യം പെട്ടെന്ന് എടുക്കട്ടെ. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി അപ്പസ്തോല പ്രവർത്തികൾ, നിങ്ങളൊരു അപ്പസ്തോല പ്രവർത്തിയിലെടുത്ത് അതിൻ്റെ 1-ാം അധ്യായം ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ആൻ ഏഞ്ചൽ ടു കം ബിഫോർ അസ് ആസ് എ ഹ്യൂമൻ ബീയിങ്. നമ്മളെപ്പോലെ തന്നെ, മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു ഹ്യൂമൻ അപ്പിയറൻസിൽ ഒരു ദൂതന് വരാൻ പറ്റും. ഞാനിതെല്ലാം പറഞ്ഞു വരാൻ പോകുന്നത് ഈ ലൈംഗിക സ്വപ്നങ്ങൾ എന്ന് പറയുന്ന വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കെടുത്ത് അപ്പസ്തോല പ്രവർത്തികൾ വേഗം എടുത്ത് അപ്പസ്തോല പ്രവർത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എടുത്ത് 10-ാം വാക്യം അവിടെ പറയുന്നത്, ആൻഡ് വൈൽ ദേ ലുക്ഡ് സ്റ്റെഡ്ഫാസ്റ്റ് ടുവേർഡ്സ് ഹെവൻ. അപ്പോൾ യേശു കർത്താവ് ഒലിവ് മലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ബിഹോൾഡ് 2 men stood by them in white apparel. എന്ന് വെച്ചാൽ വെള്ള വസ്ത്രധാരികളായ 2 മനുഷ്യരെ അവിടെ കണ്ടു എന്ന് അപ്പസ്തോല. അപ്പോൾ ഈ വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യരെ പോലെ ഇരിക്കുന്നവരാരാണ്? ശരിക്കും ദൂതന്മാരാണ്. ഓക്കെ, ഇസ് വെരി പോസിബിൾ. ഓക്കെ, അപ്പോൾ ദൈവദൂതന്മാർക്ക് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞില്ലേ, യു ഹാവ് ഓൾറെഡി എൻ്റർടൈൻഡ് ഏഞ്ചൽസ്. പലരും നിങ്ങളുടെ ദൂതന്മാരെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ ദൂതന്മാർ 2 വിങ്ങും 6 വിങ്ങും കൈയും അങ്ങനെയുള്ള ദൂതന്മാരുണ്ട് കേട്ടോ. മെനി ഏഞ്ചൽസ് ലൈക്ക് ദാറ്റ്. Okay, the beautiful angels. I have seen an angel with like നമ്മുടെ പ്രാവിൻ്റെ പോലുള്ള തൂവലുകളുള്ള ഏഞ്ചലുകൾ. They are higher ranking angels. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏഞ്ചൽസ് ഉണ്ട്. 2 വിങ്സ് ഉള്ള ഏഞ്ചൽസ് ഉണ്ട്, 4 വിങ്സ് ഉള്ള ഏഞ്ചൽസ് ഉണ്ട്, 6 വിങ്സ് ഉള്ള ഏഞ്ചൽസ് ഉണ്ട്, വിങ് ഇല്ലാത്ത ഏഞ്ചൽസ് ഉണ്ട്, മനുഷ്യന്മാരെ പോലെ തന്നെ ഇരിക്കുന്ന ഏഞ്ചൽസ് ഉണ്ട്. അവരെ കണ്ട മനുഷ്യനെ അന്ന് തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. ദെയർ ആർ മെനി ഏഞ്ചൽസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ദൈവദൂതൻ മനുഷ്യൻ്റെ രൂപത്തിൽ നിങ്ങളോട് വന്നാൽ ഹല്ലേലൂയ, ആ ദൂതനെ ഓടിച്ചു വിടരുത്. ഹല്ലേലൂയ. ഡിസേൺ ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ വിവേചിക്കുക, ഇത് കർത്താവിൻ്റെ ദൂതൻ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ദൂതനാണോ എന്ന് ആത്മാവിൽ ഡിസേൺ ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ വേഗം തന്നെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഈ സംഭവം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് ഐ ഹാവ് ടു ബ്രിങ് സം അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സർട്ടൻ തിങ്സ്. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം എടുത്ത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്. ഒരു പെട്ടെന്ന് വായിക്കുന്നു. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് ഇവിടെ പറയുന്നു, നൗ ഇറ്റ് കെയിം ടു പാസ് വെൻ മെൻ ബിഗാൻ ടു മൾട്ടിപ്ലൈ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിലേക്കാണ്. അവിടെ നമ്മളൊരു കാര്യം സംസാരിക്കുകയാണ്. അവിടുന്ന് ശേഷം നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കും. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ, നൗ ഇറ്റ് കെയിം ടു പാസ് വെൻ മെൻ ബിഗാൻ ടു മൾട്ടിപ്ലൈ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത് ആൻഡ് ഡോട്ടേഴ്സ് വെർ ബോൺ ടു ദെം ദാറ്റ് ദ സൺസ് ഓഫ് ഗാഡ് സോ ദ ഡോട്ടേഴ്സ് ഓഫ് മെൻ. ഇവിടെ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാർ സുന്ദരികളാണെന്ന് കണ്ടുകൊണ്ട്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് കണ്ടുകൊണ്ട്, അജിത് ബ്രദർ അത് എഴുതിയിട്ടുണ്ട്. മലയാളം എഴുതിയേക്കുന്ന ബ്രദറെ, മലയാളം ചിലപ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു. മലയാളം മാത്രം അറിയാവുന്നവർ അജിത് ബ്രദർ എഴുതിയ ആ വചനം വായിക്കുക പെട്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, ദ സൺസ് ഓഫ് ഗോഡ് സോ ദ ഡോട്ടേഴ്സ് ഓഫ് മെൻ. ദൈവപുത്രന്മാർ എന്ത് ചെയ്തു? മനുഷ്യപുത്രിമാർ. 2 വാക്കുകളാണ്, ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാർ. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? മനുഷ്യപുത്രിമാരെ അവരെന്ത് ചെയ്തു? സുന്ദരികളാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ഈ സൺസ് ഓഫ് ഗോഡ് എന്ത് ചെയ്തു? ദേ ടുക്ക് ദം വൈഫ്സ് ഫോർ ദംസെൽഫ് ഫോർ ഓൾ ഓഫ് ഹും ദേ ചൂസ്. ഹല്ലേലൂയ. അപ്പോൾ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കൂട്ടം, ഹല്ലേലൂയ, അവരെന്ത് ചെയ്തു? ഡോട്ടേഴ്സ് ഓഫ് മെൻ, മനുഷ്യപുത്രിമാരെ തോന്നിയവരെയെല്ലാം തന്നെ അവരെന്ത് ചെയ്തു? ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ആ ഭാര്യമാരായിട്ട് അവർ സ്വീകരിച്ചതിന് പരിണിത ഫലമായിട്ട് എന്ത് സംഭവിച്ചു? There were giants on the earth in those days. അപ്പോൾ ഈ സൺസ് ഓഫ് ഗോഡ്, ഹല്ലേലൂയ, അവരെന്ത് ചെയ്തു? മനുഷ്യപുത്രിമാരെ ഭാര്യമാരായി സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ജൈൻസ് ഉണ്ടായി.
എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്ന ഇവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ. ആൻഡ് ഓൾസോ ആഫ്റ്റർവേർഡ് വെൻ ദ സൺസ് ഓഫ് ഗോഡ് കെയിം ഇൻ ടു ദ ഡോട്ടേഴ്സ് ഓഫ് മെൻ ആൻഡ് ദേ ബോർ ചിൽഡ്രൻ ടു ദെം, ദോസ് വെയർ ദ മൈറ്റി മെൻ ഹു വെയർ ഓഫ് ദ ഓൾഡ് മെൻ ഓഫ് റിനൗൺ. Giants were born. Yes, okay. Giants were born. All right. Okay. എൻ്റെ ചോദ്യം ഇതാണ്, ഉദാഹരണമായിട്ട് പറയുവാണേ, നമ്മുടെ അജിത് ബ്രദറിനെ എടുക്കാം ഉദാഹരണം. എപ്പോഴും ഞാൻ അജിത് ബ്രദറിനെ തന്നെ എടുക്കുകയാണല്ലോ. അജിത് ബ്രദറിന് 6 അടി പൊക്കമുണ്ട്. ഓക്കെ, അജിത് ബ്രദറിൻ്റെ വൈഫിനും 6 അടി പൊക്കമുണ്ട്. അവർക്കുണ്ടായ മക്കൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ 35 അടി പൊക്കമുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ, 6 അടി പൊക്കമുള്ള ഒരു സ്ത്രീ, അവർ രണ്ടുപേരും, അവർക്കുണ്ടാകുന്ന മക്കൾ നെഫിലിംസ്. ഓക്കെ, നെഫിലിംസ്, യെസ്, ജൈൻസ് വെയർ ബോൺ. അവർക്കുണ്ടാകുന്ന മക്കൾക്ക് എത്ര അടി പൊക്കം വരാൻ പറ്റും? 6 അടി, 7 അടി എന്ന് ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ ഏറ്റവും പൊക്കമുള്ള മനുഷ്യന് അതിൻ്റെ 2.7 മീറ്റേഴ്സ്. ഹല്ലേലൂയ. 8 അടി 9 അടി, ഹല്ലേലൂയ, അത്രയല്ലേ പൊക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ പറയുന്നു, അങ്ങനെ സൺസ് ഓഫ് ഗോഡ്, ഡോട്ടേഴ്സ് ഓഫ് മെൻ, മനുഷ്യപുത്രിമാരുമായിട്ട് ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജൈൻസ് ഉണ്ടായി. 35 അടി 40 അടി പൊക്കമുള്ള ജൈൻസ് ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ തുടർന്ന് പറയുന്നു. ഹല്ലേലൂയ, ജൈൻസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ there is some problem. അല്ല, എൻ്റെ മകൾ ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 6 അടി പൊക്കമുള്ള ഒരാണും 6 അടി പൊക്കമുള്ള ഒരു 7 അടി പൊക്കമുള്ള ഒരു ഗോലിയാത്ത് എക്സാമ്പിൾ? യെസ്. ഹല്ലേലൂയ. അവർ തമ്മിൽ ചേർന്നപ്പോൾ 35 അടി പൊക്കമുള്ള ഒരു മനുഷ്യന്മാരുണ്ടായതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ചരിത്രത്തിലെങ്ങും അടുത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ സംഭവം? അപ്പോൾ ആരാണ് മനുഷ്യപുത്രിമാർ എന്നുള്ളത്? ശരിക്കും മനുഷ്യന്മാരുടെ മക്കളാണ്. അപ്പോൾ ആരാണ് ഈ സൺസ് ഓഫ് ഗോഡ്? ആരാണ് ഈ സൺസ് ഓഫ് ഗോഡ്? Can anybody say who are the sons of God? ആരാണ് ഈ സൺസ് ഓഫ് ഗോഡ്? ഹല്ലേലൂയ. നിമ്രോദ് വാസ് എ ജൈന്റ്. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് ഈ സൺസ് ഓഫ് ഗോഡ്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, എന്ത് പറയുന്നത്? സൺസ് ഓഫ് ഗോഡ് ഡോട്ടേഴ്സ് ഓഫ് മെനുവായിട്ട് ഉള്ള ഇൻ ദ ബൈബിൾ, ഡോട്ടേഴ്സ് ഓഫ് മെനുവായിട്ട് ചേർന്നപ്പോൾ ജൈൻസ് ഉണ്ടായി. 35 അടി 40 അടി പൊക്കമുള്ള മനുഷ്യന്മാരുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സൺസ് ഓഫ് ഗോഡ് ആരാണ്? ഓക്കെ, they were angels, extraordinary angels. Okay. എക്സാമ്പിൾ മാറ്റി പിടിച്ചാൽ മതി. ഓക്കെ, alright. Fallen angels. Okay, not fallen angels. Okay, they are not fallen angels at that point in time. Angels ആണ്. ഓക്കെ, റൈച്ചസ് പീപ്പിൾ. ഓക്കെ, ഹല്ലേലൂയ. റൈച്ചസ് പീപ്പിൾ ആണെങ്കിൽ, ടിനിമോൾ തങ്കച്ച സിസ്റ്റർ, റൈച്ചസ് പീപ്പിൾ ആണെങ്കിൽ അവർക്കുണ്ടാവുന്ന പിള്ളേർക്ക് 6 അടിയോ 7 അടിയോ 8 അടിയല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ fallen angels, okay, Holy Spirit, I praise and thank you. Angels, okay, don't know. okay, hallelujah. So they were angels. Okay, majority of you are saying that they are angels, right? So an angel can have a physical form. Hallelujah. Thank you Jesus. Hallelujah. മനസ്സിലായോ? അല്ലെ, ഏഞ്ചൽ ക്യാൻ ടേക്ക് എ ഫിസിക്കൽ ഫോം അല്ലേ? നമ്മളിപ്പോൾ 2 എക്സാമ്പിൾ കണ്ടു. അപ്പസ്തോല പ്രവൃത്തി, അൺക്ലീൻ സ്പിരിറ്റ്. ജോമോൻ ബ്രദർ പറയുന്നു അൺക്ലീൻ സ്പിരിറ്റ്. നോ, ഇറ്റ്സ് നോട്ട് എൻ അൺക്ലീൻ സ്പിരിറ്റ്. അൺക്ലീൻ സ്പിരിറ്റ് അല്ല, സ്പിരിറ്റ് ആണെങ്കിൽ ഹൗ ക്യാൻ ദേ ഹാവ് ഒരു പുരുഷൻ്റെ പോലെ എങ്ങനെയാണ് ദേ ക്യാൻ ഹാവ് എ ദൂതന്മാർ? ഓക്കെ. സോ സൺസ് ഓഫ് ഗോഡ്, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് സൺസ് ഓഫ് ഗോഡ് വെയർ എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഏഞ്ചൽസ്. ഒരു പ്രത്യേക ക്ലാസ് ഓഫ് ഏഞ്ചൽസ് ആണ്. ആ ഏഞ്ചൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുരുഷന്മാരെ പോലെ ദേ ഹാവ് ദ സീഡ് ഇൻ ദം. നോർമൽ പീപ്പിൾ അല്ല. നോർമൽ പീപ്പിൾ ആണെങ്കിൽ ജൈൻസ് ഉണ്ടാവത്തില്ലല്ലോ. ഹല്ലേലൂയ. നോർമൽ പീപ്പിൾ ആണെങ്കിൽ, ഇവിടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്നും നോർമലായിട്ടുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയോടെ ചേർന്നാൽ അവർക്ക് എവിടെയെങ്കിലും ജൈൻസ് ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സോ ദേ വെർ നോട്ട് നോർമൽ ബീങ്സ്, ദേ വെർ ഏഞ്ചലിക് ബീങ്സ്. ഓക്കെ, സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഏഞ്ചൽസ്. ലൈക്ക് മോർണിംഗ് സ്റ്റാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോർണിംഗ് സ്റ്റാർ
are basically a special class of angels. അതുപോലെ തന്നെയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഏഞ്ചൽസ് ആണ് ശരിക്കും സൺസ് ഓഫ് ഗോഡ്. ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് ഈ സൺസ് ഓഫ് ഗോഡിനെ ശരിക്കും ദൈവം തന്നെയാണ് ഭൂമിയിലേക്ക് ആ ഡിസ്പെൻസേഷനിൽ അയച്ചത്? ഓക്കെ, സലോമി സിസ്റ്റർ പറയുന്നു ഏഞ്ചൽസ് cannot have a physical body, they are spirit beings. This is what I want to challenge. അപ്പം നിങ്ങൾ ഏഞ്ചലാണെന്ന് പറയുന്നു. അതിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഏഞ്ചലിന് എവിടെയാണ് ശരിക്കും സ്പേം? ഹല്ലേലൂയ. നമുക്കറിയാം ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ബീജവും സ്ത്രീയുമായിട്ട് ചേരുമ്പോഴാണല്ലോ ശരിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഫിസിക്കൽ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ആർഗ്യുമെൻറ്റ് പറയുന്നതനുസരിച്ച് ഏഞ്ചൽ cannot have a physical ബോഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ദൂതന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ശരിക്കും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, ഫിസിക്കലായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? കാരണം ഫിസിക്കൽ ബോഡി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ശരിക്കും സ്പേം ജനറേറ്റ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. സ്പിരിറ്റ് ആണെങ്കിൽ ശരിക്കും സ്പിരിച്വൽ സീഡല്ലേ വരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഫിസിക്കൽ ബോഡി ഉണ്ടെങ്കിലല്ലേ ശരിക്കും ഫിസിക്കലായിട്ടുള്ളൊരു സ്പേം വരത്തുള്ളൂ. ഏലിയൻസ് അല്ല, ഇറ്റ്സ് നോട്ട് ഏലിയൻസ്. ദിസ് ഇസ് I already told the answer. It is a special class of angels. But the difference is that sons of God എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഏഞ്ചൽസിന് they can have a physical form. They can take a physical form and they were allowed to have a sperm like a man. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ. See, there are millions of classes of angels are there. Millions of classes. Uncountable. Hallelujah. They are uncountable. Hallelujah. Uncountable number of. അതിനകത്ത് ഒരു ഹയസ്റ്റ് the unseen relevant spiritual another highest classes of angelsനകത്ത് ഒരു ക്ലാസ് ഓഫ് ഏഞ്ചൽസ് ആണ് ശരിക്കും സൺസ് ഓഫ് ഗോഡ്. ആ സൺസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഏഞ്ചലിക് കാറ്റഗറി, ആ ഒരു ഏഞ്ചലിക് ബീയിങ്സിന് അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ they can take a physical form and they were allowed to have sperms or seed inside of them. Okay, that point, ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഹല്ലേലൂയ. അപ്പോൾ ഏഞ്ചൽസിന് എന്തെടുക്കാൻ പറ്റും? ഫിസിക്കൽ ബോഡി എടുക്കാൻ പറ്റും. ആൻഡ് ദ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ക്ലാസസ് ഓഫ് ഏഞ്ചൽസിന് എന്താണ്? ദേ വർ അലൗഡ് ടു ഹാവ് എ സ്പേം. ഹല്ലേലൂയ. ദേ വർ സ്പേം. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഏഞ്ചലിക് ക്ലാസസിനെ, ഏഞ്ചലിക് ഗ്രൂപ്പിനെ ശരിക്കും ദൈവം തന്നെയാണ് ആ ഡിസ്പെൻസേഷനിൽ ഭൂമിയിലേക്ക് അയച്ചത്. ഓക്കെ, കെൻ എനിബഡി സേ ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? In every session you are teaching us something which you have never heard. Thank you, brother. Okay, Steffi sister, God bless you. Hallelujah. Glory to the Lord Jesus. Hallelujah. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഏഞ്ചലിക് ഗ്രൂപ്പിനെ? ഓക്കെ, I will talk about it, Sujit brother. I will talk about it. Okay, സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഏഞ്ചലിക് ഗ്രൂപ്പിനെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തിനാണ് അത് അയച്ചതെന്ന്? Anybody can say why God sent that angelic beings? Guard. No, it's not for guarding. Hallelujah. It's not for a guarding purpose. How come they are not active now? I will tell you. Okay, അതിൻ്റെ ഉത്തരം പറയാം. മറിയം ജോസഫ് പറഞ്ഞ അതിൻ്റെ ഉത്തരം പറയാം. ഹല്ലേലൂയ. അതിട്ട് പറയാം. സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഏഞ്ചലിക് ബീയിങ്സ് ഡോട്ടേഴ്സ് ഓഫ് മെൻ എന്ന് പറയുന്ന മനുഷ്യപുത്രിമാരുമായിട്ട് they mingle together. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈൻസ് ഉണ്ടായി. അപ്പോൾ ജൈൻസ് ഉണ്ടായപ്പോൾ ആ നോഹയുടെ കാലത്ത് ആ സമയത്ത് ഈ ഭൂമി മുഴുവൻ എന്ത് ചെയ്തു? ജൈൻസിനെ കൊണ്ട് നിറഞ്ഞു. സോ അതാണ് ഒരു കാരണം, ശരിക്കും ദൈവം ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ സൺസ് ഓഫ് ഗോഡ് ശരിക്കും മനുഷ്യവർഗത്തെ ഡിഫൈൻ ചെയ്തു. അല്ല, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ജനറേഷൻസിനെ ഇവരെന്ത് ചെയ്തു? പുത്രിമാരുമായി ചേർന്ന് ആ ജനറേഷൻ, ആ തലമുറയിൽ ഇവർ ഡിഫൈൻ ചെയ്തു. മനുഷ്യന്മാർ ജൈൻസ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ജൈൻസ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഈ ജൈൻസ് എന്ത് ചെയ്തു? അവർ ആ സ്ഥലത്തെ ഇവർ 35-40 അടി ഉയരമുള്ള മനുഷ്യന്മാർ ആ സ്ഥലത്തെ മുഴുവൻ ആഹാരങ്ങൾ തീർക്കാനും ആഹാരമില്ലാതെ വന്നപ്പോൾ ഇവർ മനുഷ്യരെ ഭക്ഷിക്കാനും ഒക്കെ തുടങ്ങി. അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ടാണ് ശരിക്കും ആ സമയത്ത് നോഹയുടെ സമയത്ത് ദൈവം എന്ത് ചെയ്തു? ആ ഭൂമിയെ മുഴുവൻ വെള്ളപ്പൊക്കത്താൽ വൈപ്പ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. ഹല്ലേലൂയ. അപ്പോൾ നേരത്തെ മറിയം സിസ്റ്റർ ചോദിച്ചു എന്തു പറ്റി, ആ ദൂതന്മാർക്ക് എന്തു പറ്റി? അവരെക്കുറിച്ചാണ് ശരിക്കും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എടുക്കാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് 4-ാം വാക്യത്തിൽ പറയുന്നു, 2 പത്രോസ്
2-ാം അധ്യായത്തിനകത്ത് 4-ാം വാക്യം, 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. വേഗം എടുത്ത് ആരെങ്കിലും ബൈബിളുള്ളവർ. ഹല്ലേലൂയ. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഫോർ ഇഫ് ഗോഡ് ഡിഡ് നോട്ട് സ്പെയർ ഏഞ്ചൽസ് ഹൂ സിൻഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എന്നെടുക്കാം. ഹല്ലേലൂയ. നേരത്തെ സഹോദരി ചോദിച്ചു അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ കാരണം ഞാൻ പറയുന്നത്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അവിടെ പറയുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. യെസ്, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴിയിലേക്ക് തള്ളിവിട്ടു. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഹി ചെയിൻഡ് ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. 2-ാം വാക്യം 2 Peter chapter 2 verse 4. For if God did not spare angels who sinned but cast them down to hell and delivered them into the chains of darkness. ഹല്ലേലൂയ. അപ്പം അന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മനുഷ്യരുമായി ചേർന്ന് ദൈവത്തിൻ്റെ ആ പർപ്പസിൽ നിന്ന് ദൈവകൽപ്പനയെ ലംഘിച്ച് മനുഷ്യവർഗത്തെ ഡിഫൈഡ് ചെയ്ത ദൈവദൂതന്മാരെ, സൺസ് ഓഫ് ഗോഡിനെ, ഒരു ക്ലാസ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്, ഒരു കൂട്ടം ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോൾ ബന്ധിച്ച് ഇരുട്ടിൽ ആക്കിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? അവസാനത്തെ ജഡ്ജ്മെൻറ്റ് പിന്നെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ക്ലിയർ. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വീണ ദൈവദൂതന്മാർക്ക് എന്തുപറ്റി? അവരെ ഇപ്പോൾ അന്ന് തന്നെ ആ കർത്താവ് ജഡ്ജ് ചെയ്തു, അവരെ ചെയിൻ ചെയ്ത് ഇന്ന് ഇരുട്ടിൽ അവരെ ആക്കിയിരിക്കുന്നു. പക്ഷേ അവരുടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എപ്പോഴുണ്ട്? പിന്നീടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അന്ന് ദ എർത്ത് വാസ് കയോട്ടിക്. ഇവിടെ ഈ എർത്തിനകത്ത് എന്ത് ചെയ്തു? ജൈൻസ് വന്ന് അവർ ഭയങ്കരമായിട്ട് എന്ത് പറയുന്നത്, രക്തരൂഷിതമായിട്ടുള്ള ഒരു ജനറേഷൻ അന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ജനറേഷനെ മുഴുവനായിട്ടും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവദൂതന്മാർ മനുഷ്യരുമായി മാത്രമല്ല അവർ മിങ്കിൾ ചെയ്തത്, ദേ ഓൾസോ മിക്സ്ഡ് വിത്ത് മൃഗങ്ങളുമായിട്ട് മിക്സ് ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ ഒന്നൊന്ന് വായിക്കണം. അവിടെ പറയുന്നു, കർത്താവ് മനുഷ്യരെ മാത്രം തുടച്ചു മാറ്റാൻ വേണ്ടിയല്ല, മൃഗങ്ങളെയും തുടച്ചു മാറ്റണം, പക്ഷികളെ തുടച്ചു മാറ്റണം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഏഞ്ചലിക് ബീങ്സ് ദേ മിക്സ്ഡ് വിത്ത് ആനിമൽസ്, ദേ മിക്സ്ഡ് വിത്ത് ബേർഡ്സ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ കർത്താവിൻ്റെ സൃഷ്ടിയെ മുഴുവൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവൻ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു, കറപ്റ്റ് ചെയ്തു. അതിൻ്റെ ജനറ്റിക്കൽ സ്ട്രക്ചർ, DNA സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഗോഡ് സെൻഡ് എ ഫ്ലഡ് ആൻഡ് ക്ലിയർ ഇറ്റ് ഓഫ്. അതിനകത്ത് ജനറ്റിക്കൽ സ്ട്രക്ചറിൽ കറപ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ജനറേഷനായിരുന്നു ശരിക്കും നോഹയുടെ ഫാമിലി. നോഹ ആൻഡ് ഹിസ് ചിൽഡ്രൻ, ദെയർ ജീൻസ് വെയർ നോട്ട് കറപ്റ്റഡ്. ദാറ്റ്സ് വൈ ഗോഡ് പ്രൊട്ടക്റ്റഡ് ദം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമ്മൾ പറഞ്ഞു വന്നൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ദൈവദൂതന്മാർ എന്ന് പറഞ്ഞൊരു ക്ലാസ്, ആ സമയം ഒരു ക്ലാസ്സസ് ഓഫ് ഏഞ്ചൽസ്, സൺസ് ഓഫ് ഗോഡ്, ദേ ഹാവ് എ സ്പെഷ്യൽ പ്രിവിലേജ് ടു ടേക്ക് ദ ഫിസിക്കൽ ബോഡി ആൻഡ് ദേ ഹാവ് സീഡ് ഇൻ ഇറ്റ്. ഹല്ലേലൂയ. നേരത്തെ സുജിത് ബ്രദർ ചോദിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. ബ്രദർ, ഫ്രം സം എക്സ്ട്രാ ബിബ്ലിക്കൽ ബുക്സ് യു ക്യാൻ ഗെറ്റ് ഓൾ ദിസ് ഇൻഫർമേഷൻ. ഓക്കെ. എസ്പെഷ്യലി ബുക്ക് ഓഫ് എനോക്ക്. എനോക്ക് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ബുക്ക്, ആ എനോക്കിൻ്റെ പ്രവചന ഗ്രന്ഥത്തിനകത്ത് ഈ സൺസ് ഓഫ് ഗോഡിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനോക്ക് എന്ന് പറഞ്ഞ പ്രവചനഗ്രന്ഥം നമ്മുടെ പ്രവചന പുസ്തകം നമ്മുടെ 66 പുസ്തകങ്ങളിലില്ല, എങ്കിലും യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ് ശരിക്കും ബുക്ക് ഓഫ് ഇനോക്ക്. ഇനോക്ക് എന്ന് പറയുന്ന പ്രവാചകൻ്റെ പുസ്തകം യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ്. അപ്പോൾ എനോക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ശരിക്കും ജൂഡ് ശരിക്കും ലേഖനം എഴുതുമ്പോൾ പറയുന്നത് കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച്. എനോക്ക് പ്രവാചകനുള്ളത് 10,000 വിശുദ്ധരോടുകൂടി കർത്താവിൻ്റെ 2-ാം വരവ് എനോക്ക് എത്രയോ വർഷങ്ങൾ, 1000 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും എനോക്ക് പ്രവാചകൻ കണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ എനോക്ക് പ്രവാചകൻ്റെ എനോക്ക് എന്ന് പറയുന്ന ബുക്ക് ഇറ്റ്സ് എ കറക്റ്റ് ബുക്ക്, ബട്ട് തിയോളജിയൻസ് ആർ സേയിങ് ദാറ്റ് സം പോർഷൻസ് ഓഫ് ദ ബുക്സ് നമുക്കത് എനോക്ക് തന്നെയാണോ എഴുതിയെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അന്ന് കാനോണിക്കൽ പ്രോസസ്സിനകത്ത് എനോക്കിൻ്റെ പുസ്തകത്തെ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പക്ഷേ എനോക്ക് എഴുതിയ പുസ്തകത്തിൽ നിന്ന്, പ്രവചന ഗ്രന്ഥത്തിൽ നിന്നാണ് ശരിക്കും ജൂഡ് ശരിക്കും നമ്മുടെ ഈ പുസ്തകത്തിനകത്തുള്ള ബൈബിളിനകത്തുള്ള ജൂഡിൻ്റെ ലേഖനത്തിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് എനോക്കിനെയാണ് ശരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോൾ ശരിക്കും എനോക്ക് പ്രവാചകൻ്റെ പുസ്തകം അത് നിങ്ങൾക്ക് ബൈബിളിൽ ഗൂഗിളിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ പുസ്തകം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ പറഞ്ഞു വെച്ച 2-3 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പിരിറ്റിനെ ടച്ച് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ കേസിൽ നമ്മളത് കണ്ടു. ഹല്ലേലൂയ. 2, ബെഥസ്ദ കുളക്കരയിൽ ദൂതൻ എന്ത് ചെയ്തു? ദൂതൻ ശരിക്കും
വെള്ളം കലക്കുന്നത്. അപ്പോൾ ദൂതൻ ഏഞ്ചൽസ് ആർ സ്പിരിറ്റ് ബീയിങ്സ്. സ്പിരിറ്റ് ബീയിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിസിക്കൽ ബീയിങ്ങിനെ, ഒരു ഫിസിക്കലായിട്ടുള്ള സംഭവത്തെ ടച്ച് ചെയ്യാൻ പറ്റും. മൂന്നാമതൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു വെച്ചെന്താണ്? സ്പിരിറ്റ്സ് ക്യാൻ ടേക്ക് എ ഫിസിക്കൽ ഫോം. ഓക്കെ, ഒരു ദൂതന് ശരിക്കും മനുഷ്യരെ പോലുള്ളൊരു ഫോമിൽ നമ്മുടെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യരെ പോലെ ഒരു രൂപമെടുത്ത സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ക്ലാസസ് ഓഫ് ഏഞ്ചൽസിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്കിത് ആ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ക്ലാസ് ഓഫ് ഏഞ്ചൽസിന് അവർക്ക് പുരുഷന്മാരെ പോലെ ബീജം, സ്പേംസ് ഉള്ള ഒരു ക്ലാസസ് ഓഫ് ഏഞ്ചൽസ്. ദേ ആർ വൺ ഓഫ് ദ ഹയസ്റ്റ്, ലൈക്ക് മോർണിംഗ് സ്റ്റാർ. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവും, മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ക്ലാസസ് ഓഫ് ഏഞ്ചൽസ് ആണ്. അതുപോലെ തന്നെ ഒരു ക്ലാസസ് ഓഫ് ഏഞ്ചൽസ് ആണ് ശരിക്കും സൺസ് ഓഫ് ഗോഡ്. അപ്പോൾ ആ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ക്ലാസത്തിനകത്ത് ഒരു കൂട്ടം ദൂതന്മാരെയാണ് ശരിക്കും കർത്താവ് ദൈവം അന്ന് ആ ഡിസ്പെൻസേഷനിൽ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് അയച്ചത് എന്ന് ചോദിച്ചു. അതിൻ്റെ ഇൻഫർമേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ആ സമയത്തുണ്ടായിരുന്ന മനുഷ്യരെ ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും മാത്തമാറ്റിക്സും സ്റ്റാർസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ ക്ലാസസ് ഓഫ് ഏഞ്ചൽസിനെ അയച്ചിരുന്നത്. ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ബുക്ക് ഓഫ് ഇനോക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബുക്ക് ഓഫ് ഇനോക്കിനകത്ത് ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പക്ഷേ ആ ക്ലാസസ് ഓഫ് ഏഞ്ചൽസ് എന്ത് ചെയ്തു? ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദേ മിക്സ്ഡ് വിത്ത് ഹ്യൂമൻസ്. അല്ലെങ്കിൽ അവർ മനുഷ്യരുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? നെഫ്ലിംസ് ഉണ്ടായി, ജൈൻസ് ഉണ്ടായി. അല്ലെങ്കിൽ അപ്പോൾ ആ ജൈൻസ് മുഖാന്തരം അന്ന് ഭൂമി മുഴുവൻ കറപ്റ്റ് ചെയ്തു. മനുഷ്യവർഗത്തിൻ്റെ DNA മാത്രമല്ല കറപ്റ്റ് ചെയ്തത്, മറിച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും DNAകളൊക്കെ ഇവർ മിക്സ് ചെയ്ത് കറപ്റ്റ് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശരിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? അന്നുണ്ടായിരുന്ന ആ ഡിസ്പെൻസേഷനെ മുഴുവൻ, അന്നുണ്ടായിരുന്ന ആ ഭൂമിയിലുണ്ടായിരുന്ന സകലരെയും കർത്താവ് ഒരു ഫ്ലഡിലൂടെ തുടച്ചു മാറ്റി. ഹല്ലേലൂയ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഗോലിയാത്ത് എങ്ങനെ, ഫ്ലഡിന് ശേഷമാണല്ലോ ഗോലിയാത്ത് വന്നത്, ഗോലിയാത്ത് എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ തരണം. ഹല്ലേലൂയ. ഗുഡ് ഇൻഫർമേഷൻ. നെഫിലിംസ്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 1 മണിയായി. നമ്മൾ ഈ സബ്ജക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയിട്ടില്ല. ലൈംഗിക സ്വപ്നങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇടുന്ന ഒരു പോയിന്റ് ഇതാണ്: എ സ്പിരിറ്റ് ക്യാൻ ടച്ച് എ ഫിസിക്കൽ തിങ്. ഓക്കെ സോളി സിസ്റ്റർ പോവാണ് എനിക്ക് വേണ്ടി. ഓക്കെ, ഷുവർ. ഓക്കെ, എ സ്പിരിറ്റ് ക്യാൻ ടച്ച് എ ഫിസിക്കൽ തിങ്. ദാറ്റ്സ് ഓൺലി പോയിന്റ് ഐ വാണ്ട് ടു മേക്ക് ഇറ്റ്. സൺസ് ഓഫ് ഗോഡ് അതുമായി കണക്ട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: സൺസ് ഓഫ് ഗോഡ് മിക്സ് ചെയ്ത് നെഫിലിംസ് ഉണ്ടായി, ജൈൻസ് ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഫ്ലഡ് മൂലം അവരെ എല്ലാം കർത്താവ് വൈപ്പ് ഓഫ് ചെയ്തല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ആ വെള്ളപ്പൊക്കം മൂലം കർത്താവ് ജൈൻസിനെ, നെഫിലിംസിനെ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്ത് ഈ ഭൂമിയെ ക്ലിയർ ചെയ്തിട്ടാണല്ലോ നോഹയെ തിരിച്ച് പെട്ടകത്തിൽ നിറക്കിയത്. അങ്ങനെയാണെങ്കിൽ ഗോലിയാത്ത് ജൈൻ്റാണ്. ഗോലിയാത്ത് എങ്ങനെയാണ് ഉണ്ടായത്? ഹല്ലേലൂയ. ആകെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി. അടുത്ത നമ്മുടെ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിനകത്ത് നിങ്ങൾ ഇതിൻ്റെ ഉത്തരം പറയണം. എൻ്റെ ചോദ്യം, സൺസ് ഓഫ് ഗോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ജൈൻസിനെ ഉൾപ്പെടെ സകല മനുഷ്യവർഗത്തെയും സകലതിനെയും, മൃഗങ്ങളെയും പക്ഷികളും ഉൾപ്പെടെ സകലതിനെയും കർത്താവ് വൈപ്പ് ഓഫ് ചെയ്തല്ലോ. എന്നിട്ടാണല്ലോ നോഹയും കുടുംബത്തെയും പേടകത്തിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി ഭൂമിയിലേക്ക് അവർ പെറ്റുവരാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നെഫിലിംസിൻ്റെ മുഴുവൻ വർഗ്ഗങ്ങളും അന്ന് നശിച്ചു പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഗോലിയാത്ത് എവിടെ നിന്ന് വന്നു? ഹല്ലേലൂയ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എപ്പോഴും തരണം? അടുത്ത നമ്മുടെ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിനകത്ത് ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എന്ത് തുടരും? ഈ സബ്ജക്റ്റ് നമ്മൾ അവിടെ വീണ്ടും തുടരും. ഹല്ലേലൂയ. സോ ഇറ്റ്സ് വെരി ക്ലിയർ ടുഡേ. ഐ ജസ്റ്റ് വാണ്ട് ടു എസ്റ്റാബ്ലിഷ് one point, that spirit beings can touch a physical thing. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് പിടികിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞാൻ പറയുന്നതിനെല്ലാം തെറ്റാണ്, ഈ ബ്രദർ പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയും. ഹല്ലേലൂയ. സോ ഇറ്റ്സ് വെരി ക്ലിയർ. സ്പിരിറ്റ് ബീയിങ്സ് ക്യാൻ ടച്ച് ആൻഡ് ഹാൻഡിൽ ഫിസിക്കൽ തിങ്. ഹോളി സ്പിരിറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറഞ്ഞു ദൈവമെന്ന് പറഞ്ഞു. ബെത്സിദ കുളക്കടയുടെ ദൂതൻ്റെ കാര്യം പറഞ്ഞു. ആ ദൂതന് വെള്ളത്തെ അനക്കാമെങ്കിൽ പിശാചിൻ്റെ ദൂതന്മാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയിലുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റും. ഇനിയും ഇവന്മാർ ലൈംഗിക സ്വപ്നത്തിലൂടെ പിശാചിൻ്റെ ദൂതന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ഹല്ലേലൂയ. അടുത്ത ക്ലാസ് നമ്മൾ കാണുമ്പോൾ മറന്നുപോലെ ഇതിന് ഉത്തരം കണ്ടുപിടിക്കണം. എൻ്റെ ചോദ്യം, ഗോലിയാത്ത് എവിടെ നിന്ന് വന്നു?
വെള്ളപ്പൊക്കത്തിന് ശേഷം എല്ലാ ജൈൻസും മരിച്ചു പോയെങ്കിൽ, അവരെ എല്ലാം നശിച്ചു പോയെങ്കിൽ, ഫ്രം വേർ ഡിഡ് ദിസ് ഗോലിയാത്ത് കെയിം ഫ്രം? ദാവീദിൻ്റെ സമയത്ത് ദാവീദ് ഗോലിയാത്തിൻ്റെ ജൈൻ്റ് ആയിരുന്നല്ലോ. സോ ഫ്രം വേർ ഹാലലുയ ദ ഗോലിയാത്ത് കെയിം? അതിൻ്റെ ആൻസർ ശരിക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, സംസാരിക്കാം. ഗോഡ് ബ്ലസ് യു. ഇന്ന് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. ഇവിടെ സമയം വെളുപ്പിന് 1 മണിയായി. നാളെ നമ്മൾ എപ്പോഴും പോലെ രോഗസൗഖ്യത്തിൻ്റെ ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചൊവ്വാഴ്ച നമ്മൾ ഈ സബ്ജക്റ്റ് തുടരും. വി ആർ ഗോയിങ് ടു ഹാവ് എ ഡെലിവറൻസ് സർവീസ്. ഹല്ലേലൂയ. എവ്രിബഡി, സെക്ഷുവൽ ഡ്രീംസ് നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെലിവറൻസ് സർവീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, യു കാൻ പ്രോഗ്രസ്, യു വോണ്ട് ബി ഏബിൾ ടു പ്രോഗ്രസ്. നിങ്ങൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അഭിഷേകമുള്ള ദൈവദാസന്മാരുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്നതാണ് ശരിക്കും ലൈംഗിക സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. ദ ഡീമൺസ് ആർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിശാച് സച്ച് വിക്കറ്റ് സ്പിരിറ്റ് ഇറ്റ് ഈസ്. ഹല്ലേലൂയ. സോ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഈ ലൈംഗിക സ്വപ്നങ്ങളിലൂടെ അവർ അച്ചീവ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ. അങ്ങനെ ലൈംഗിക സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു ആൻറ്റി എനിക്ക് ശരിക്കും മെസ്സേജ് അയക്കാനിടയായി. അപ്പോൾ ഒരു ആൻറ്റി, അപ്പോൾ ആൻറ്റി പറയുകയാണ് ശരിക്കും ഹസ്ബൻഡ് മരിച്ചു പോയത്. ശരിക്കും 10-30 വർഷമായിട്ട് രാത്രിയിൽ മരിച്ചുപോയ ഹസ്ബൻഡ് വന്ന് ആൻറ്റിയുമായിട്ട് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടും. ആൻറ്റി വിചാരിച്ചിരിക്കുന്നത് ഇത് ഓക്കെ ആണെന്ന്. നോ, ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇറ്റ്സ് നോട്ട് ഹെ ഹസ്ബൻഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആൻറ്റിയുടെ ഹസ്ബൻഡ് അല്ല, ഇറ്റ് ഈസ് എ ഡിമോണിക് സ്പിരിറ്റ്. അതൊരു ദുരാത്മാവാണ്. ഹല്ലേലൂയ. ആ മേഖലയ്ക്കകത്ത് ആ സഹോദരിക്ക് വിടുതൽ വേണം. അതുപോലെ തന്നെ എത്ര വലിയ ദൈവദാസന്മാരായിക്കോട്ടെ, ഹാലലുയ, ഡസൻ കെയർ, ദോ സ്പിരിറ്റ് ഡസൻ കെയർ. ഹാലലുയ. നിങ്ങൾക്ക് അതിനകത്ത് ഡെലിവറൻസ് വേണം. അതിനകത്ത് ഈ സെക്ഷൽ ഡ്രീംസിനകത്ത് ഡെലിവറൻസ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യത്തില്ല. ഒരു ചങ്ങലയിട്ട് പിശാച് നിങ്ങളെ ബന്ധിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ തളച്ചിടും. ഹല്ലേലൂയ. സോ അതുകൊണ്ട് വരുന്ന ശുശ്രൂഷകൾ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ്. നിങ്ങൾ ദയവേദി ശുശ്രൂഷകൾ ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹമാണ്. അനേകം പേരെ കൊണ്ടുവരണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള സ്പിരിറ്റിൽ നിന്ന് ശരിക്കും നമുക്ക് അനേകരെ നമുക്ക് ഡെലിവർ ചെയ്യണം. അവരുടെ ജീവിതങ്ങളൊക്കെ സ്വതന്ത്രമാകട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, ആൾക്കാർ ആത്മീയമായി വളരട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ദൈവദാസന്മാരായിട്ടുള്ള വ്യക്തികൾ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവദാസന്മാരാന്ന് പറഞ്ഞാൽ അവർക്ക് സെക്ഷൽ ഡ്രീംസ് ഉണ്ടാകത്തില്ല. നോ, ഇറ്റ്സ് റബിഷ്. എത്ര വലിയ ദേവദാസന്മാരാണെന്നറിയോ ഈ ശരിക്കും ദേ ആർ ഫോളൺ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സെക്ഷൽ ഡ്രീംസ്. ഡു യു നോ, അവരുമായിട്ട് കിടക്കുന്ന വലിയ ഫോളണായിട്ടുള്ള വീണു പോകുന്ന ദേവദാസന്മാരുമായിട്ട് സെക്സ് ചെയ്യുന്നത് ജസബലാണ്. ജസബൽ. ഹല്ലേലൂയ. ജസബൽ. സോ ജസബൽ ഡസൻ കം ആൻഡ് ഹാവ് എ സെക്സ് വിത്ത് എല്ലാ ശുശ്രൂഷകരുമായിട്ടും ജസബൽ വന്ന് രാത്രിയിൽ സെക്സ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഓൺലി ദോസ് പീപ്പിൾ ഹു ആർ ആക്ച്വലി ഹയർ ഇൻ റാങ്കിങ് ഓഫ് ദൈവദാസന്മാരുടെ ക്ലാസ്സസിനകത്ത് കുതിച്ചുയരുന്നവ, മുമ്പോട്ട് പോകുന്നവ, ഹാലലി, അവരെ പൂട്ടുന്നതാണ് ശരിക്കും ജസബൽ. ഹാലലി. അല്ലാത്ത സാധാരണ വിശ്വാസികളായിട്ടുള്ളവർ, ബേസിക്കായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവർ, അവരെ ശരിക്കും ലൈംഗിക ബന്ധത്തിനകത്ത് അവരെ തളച്ചിടുന്ന, അവരെ ടോർമെൻറ്റ് ചെയ്യുന്ന, അവരെ ശരിക്കും ഹാലലി അവരുടെ അഭിഷേകത്തെ ചോർത്ത് കളയുന്ന, അവരുടെ ജീവിതത്തെ തളച്ചിടുന്ന സ്പിരിറ്റാണ് ശരിക്കും സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് സ്പിരിച്വൽ വൈഫ്. ഹാലലിയ. സ്പിരിച്വൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്പിരിറ്റ് ശരിക്കും സ്ത്രീകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റ് ആണെങ്കിൽ, സ്പിരിച്വൽ വൈഫ് എന്ന് പറയുന്ന സ്പിരിറ്റ് പുരുഷന്മാരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റുകളാണ്. അല്ലേ? അപ്പോൾ പുരുഷന്മാർക്ക് രാത്രിയിലുണ്ടാകുന്ന ലൈംഗിക സ്വപ്നങ്ങൾ സ്പിരിച്വൽ വൈഫ് എന്ന് പറയുന്ന ഒരു ഡിമോണിക് സ്പിരിറ്റാണ്, ഒരു ദുരാത്മാവാണ്. സ്ത്രീകൾക്ക് ശരിക്കും രാത്രിയിലുണ്ടാകുന്ന ലൈംഗിക സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് സ്പിരിച്വൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ഡിമോണിക് സ്പിരിറ്റാണ്. വി ഹാവ് ടു ഡീൽ വിത്ത് ദ സ്പിരിറ്റ്. ഈ സ്പിരിറ്റുകളുമായിട്ട് നമ്മൾ ഡെലിവറൻസ് എടുക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ ഡെലിവർ ചെയ്തില്ലെങ്കിൽ ദ തിങ് ഈസ് ദാറ്റ് ഹാലലി, ഈ സ്പിരിറ്റിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ജസബൽ ഈസ് എൻ ഈവിൾ ഡോമിനിക് സ്പിരിറ്റ്. യെസ്, ജസബൽ ഈസ് എ ഹയർ റാങ്കിങ് സ്പിരിറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ക്യൂൻ. ഹല്ലേലൂയ. ഒരു റാണി പോലാണ് ജസബൽ. സോ ജസബൽ സാധാരണ നിങ്ങൾ ആരെങ്കിലും പറയാണ് ജസബലിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയും. നോ, ജസബൽ ഡസൻ കം ലൈക്ക് ദാറ്റ്. ജസബൽ വിൽ ഓൺലി കം ടു ദോസ് പീപ്പിൾ ഹു ഹാസ് പ്രൊഫറ്റിക് അനോയിൻറ്റിങ്. ഹല്ലേലൂയ. ഹാലലിയ. താങ്ക് യു ജീസസ്. പ്രൊഫറ്റിക് അനോയിൻറ്റിംഗ് ഉള്ള ശുശ്രൂഷയിൽ ഉയരുന്ന അവരെയാണ് ശരിക്കും ജസബൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഹാലലിയ. ഇന്ന് നമുക്ക് പല ദൈവദാസന്മാരും വീണു പോയവരോടൊക്കെ നിങ്ങൾ അവർ മറുപടി പറയത്തില്ല, പക്ഷേ അവരോട് ചോദിച്ചു നോക്കിയാൽ, അവരുടെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ, ബ്രദർ ഡിഡ് യു ഹാഡ് എ സെക്ഷൽ ഡ്രീം ഇൻ ദ നൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദം വിൽ സേ യെസ് വി ഹാഡ് എ സെക്ഷൽ ഡ്രീം. ആ സെക്ഷൽ ഡ്രീമിന് ശേഷമാണ് അവരുടെ അഭിഷേകം ചോർന്നു പോയത്, അവരെ വഞ്ചിച്ചുകൊണ്ട് ജസബൽ പോയത്. ഹാലലിയ. നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ അനേകം ദൈവദാസന്മാരുണ്ട്. കേരളത്തിൽ മാത്രമല്ല,
ലോകം മുഴുവൻ. Therefore we have to be very careful. We have to get deliverance from those spirits. അങ്ങനെ ലൈംഗികമായിട്ടുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പം, ഒരു ബ്രദറിനോട് ഞാൻ സിംഗപ്പൂർ വെച്ച് സംസാരിക്കുമ്പം ആ ബ്രദറിൻ്റെ അനുഭവം പറയുകയാണ്, ശരിക്കും സ്വന്തം അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വപ്നങ്ങൾ എന്തൊരു ടോർമെൻറ്റ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരു മകൻ സ്വന്തം അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാകുന്നു. എത്രമാത്രം മാനസികമായിട്ട് തളർന്നു പോയെന്നറിയോ ശരിക്കും. അങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതിനകത്ത് ഏറ്റവും വളരെ ഡേഞ്ചറസ് ആണ് ഡെഡ് ബോഡീസുമായിട്ട്, മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹയർ റെലം. അതൊരു ഉയർന്ന തലത്തിലുള്ള റെലമാണ്. വി ഹാവ് ടു ഗെറ്റ് ഡെലിവറൻസ്. ഹല്ലേലൂയ. ഞാൻ 100% ഞാൻ പറയുന്നു, ഈ സബ്ജക്റ്റ് ഞാൻ സംസാരിക്കാനുള്ള കാരണം ബിക്കോസ് ദ ലോർഡ് ജീസസ് വാണ്ട് ടു ഡെലിവർ യു. ഹല്ലേലൂയ. ദർശനവരത്തെക്കുറിച്ച് ഞാൻ 5 ക്ലാസ് സംസാരിച്ചതിന് ശേഷം ദർശനം ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ അനേകം പേർക്ക് ദർശനവരം കഴിഞ്ഞ ശുശ്രൂഷയ്ക്കകത്ത് ഓപ്പൺ ചെയ്തെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഡാർവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് നിങ്ങളുടെ വന്ന് ആത്മാവിൻ്റെ കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ മുമ്പിൽ വിഷം കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ അനേകം പേരുടെ കണ്ണുകൾ പരിശുദ്ധാത്മാവ് തുറന്നെങ്കിൽ ബിക്കോസ് ജീസസ് ഈസ് ഡൂയിങ് ദാറ്റ്. ഹല്ലേലൂയ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ ശുശ്രൂഷയ്ക്കകത്ത് ലൈംഗിക സ്വപ്നങ്ങൾ എന്ന് പറയുന്ന വിഷയം ഇന്ന് തുടങ്ങി വെക്കുമ്പോൾ, ഹല്ലേലൂയ, ഐ ക്യാൻ 100% ഗ്യാരണ്ടി യു ദാറ്റ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് ഡിമോണിക് സ്പിരിറ്റുകളെ, ഹല്ലേലൂയ, ലൈംഗിക സ്വപ്നങ്ങൾ തരുന്ന, നിങ്ങളെ ചങ്ങലക്കിട്ട് ബന്ധിച്ച് പുരോഗതി പ്രാപിക്കാതെ പൂട്ടിയിടുന്ന പിശാചിൻ്റെ ദൂതന്മാരെ കർത്താവ് ആ മേഖലയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ക്യാൻ 101% ഗ്യാരണ്ടി. ഞാൻ ഈ സബ്ജക്റ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ദാറ്റ് ഈസ് ദ പർപ്പസ്. യേശു കർത്താവ് നിങ്ങളെ ഡെലിവറി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങി വരിക. ചൊവ്വാഴ്ച നമ്മൾ ഈ വിഷയം കണ്ടിന്യൂ ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. എല്ലാവരും നമ്മൾ ദർശനവരത്തിനകത്ത് ചെയ്തതുപോലെ തന്നെ നമ്മളൊരു വിടുതൽ ശുശ്രൂഷ ഓൺലൈനിലൂടെ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനകത്തുള്ള വിടുതലുകൾ അനുഭവിക്കാൻ സാധിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരണം. ദീസ് ആർ പവർഫുൾ സ്പിരിറ്റ്സ്, ബട്ട് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദം. പരിശുദ്ധാത്മാവ് അവരെ ബന്ധിച്ച് നിങ്ങളുടെ ലൈഫിനകത്തുനിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. ഐ ബിലീവ് ഇറ്റ്. ഹല്ലേലൂയ. Therefore ഞങ്ങളെല്ലാം ഒരുങ്ങുക, അടുത്ത ശുശ്രൂഷയ്ക്കകത്ത് റെഡിയാകുക. നാളെ നമുക്ക് കാണാം. നാളെ ഇന്ത്യൻ സമയം 7 മണിക്ക് പുതിയതായിട്ട് എന്നെ ജോയിൻ ചെയ്തവർ എല്ലാ ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം 7 മണിക്ക് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നു. നാളെ നമുക്ക് ആരാധനയും പാട്ടും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്, സൗഖ്യം, വിടുതലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അനേകം പേരെ കർത്താവ് ദിവസങ്ങളിൽ സ്പർശിക്കുന്നു. അനേകം പേർക്ക് ഇത് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്.